അസ്ട്രോയോഗി ആദ്യ ജ്യോതിഷ കൺസൾട്ടേഷൻ സൗജന്യം. ഇന്ന് ഡൗൺലോഡ് ചെയ്യുക. ഏരിസ് ഓവർവ്യൂ. എത്ര തന്നെ പ്രകോപനം ചെലുത്തുന്ന പ്രശ്നങ്ങളാണെങ്കിൽ കൂടിയും നിങ്ങളുടെ സ്നേഹിതരുമായി വഴക്കിടാതിരിക്കുക. എല്ലാവിധ പ്രശ്നങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും അല്പനേരത്തേക്ക് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുക. എല്ലാവിധ പ്രശ്നങ്ങളെയും വളരെ ശാന്തമായി സമീപിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ കുടുംബത്തിൽ സ്വസ്ഥത നിലനിർത്താൻ പറ്റൂ. നിങ്ങൾ ശാന്തതയോടും സൗമ്യതയോടും കൂടി പ്രതികരിച്ചാൽ മാത്രമേ നിങ്ങളുടെ സ്നേഹിതൻ നിങ്ങളെ അനുസരിക്കുകയുള്ളൂ. ഏരിസ് റൊമാൻസ്. അനുരാഗത്തിന്റെ കാര്യമെടുത്താൽ ഇന്ന് വസന്തകാലമാണ്. ഇന്നും വ്യത്യസ്തമല്ല. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമൊത്ത് പുറത്തിറങ്ങുക. ഇരുവരും ഒന്നിച്ച് ചിലവഴിച്ച സമയം ആനന്ദിക്കുക. നിങ്ങളുടെ വീട്ടുകാർക്ക് നിങ്ങൾ തിരഞ്ഞെടുത്ത പങ്കാളിയെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ലെങ്കിൽ ഇന്നു മുതൽ അതിൽ മാറ്റം വന്നു തുടങ്ങുന്നത് നിങ്ങൾ കാണും. നിങ്ങൾ വരുത്തിയ ഈ ശുഭകരമായ മാറ്റം ആഘോഷിക്കുക. ഏരിസ് കരിയർ. നിങ്ങൾ ജോലി ചെയ്യുന്നത് വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിൽ ജോലിയിൽ ഇന്ന് ചില തടസ്സങ്ങൾക്ക് സാധ്യതയുണ്ട്. ഗ്രഹനില അനുസരിച്ച് ജോലി സംബന്ധമായ കാര്യങ്ങളിൽ അലട്ടുകൾ കാണുന്നു. വരുന്ന കാര്യങ്ങളെ വരുന്നപടി അഭിമുഖീകരിക്കുക. ഒന്നൊന്നായി ശാന്തമായി കൊണ്ട് മാത്രം കൂടെ ജോലി ചെയ്യുന്നവരോടും മേലുദ്യോഗസ്ഥരോടും പെരുമാറുക. സ്ഥിതിഗതികൾ വീണ്ടും എളുപ്പത്തിൽ പൂർവ്വസ്ഥിതിയിലെത്തും. ഏരിസ് ഫൈനാൻസ്. ഇന്നത്തെ ദിവസം പ്രതീക്ഷിക്കാത്ത ചില ഗുണങ്ങൾ നൽകും. പ്രത്യേകിച്ചും നിങ്ങൾ വ്യാപാരത്തിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സഹചാരികൾ ഒരു സാമ്പത്തിക സമ്മാനവുമായി നിങ്ങളുടെ പിന്തുണയ്ക്കെത്തും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കുവാൻ ഉതകുന്ന വിധത്തിൽ ഒരു പിന്തുണയുമായി അവരെത്തും. ഇത് നിങ്ങളുടെ വ്യാപാരത്തിന് കിട്ടുന്ന നല്ലൊരു മൂലധനമായി കണക്കാക്കി ഇതിൽ നിന്നാവുന്നത്ര ഗുണമുണ്ടാക്കുക. ഏരിസ് ഹെൽത്ത്. ആകാംക്ഷയുടെ കഠിന നോവ് ഇന്ന് പലപ്പോഴും നിങ്ങൾ അനുഭവിക്കും. ശാന്തമാകുക. എന്തുകൊണ്ടാണ് ഇത്ര ചിന്താക്കുഴപ്പത്തിലെന്നും എന്താണിത്ര ബുദ്ധിമുട്ടെന്നും ആലോചിക്കുക. എന്നിട്ട് അതിനുള്ള ഒരു വഴി കണ്ടെത്തുക. ടോറസ് ഓവർവ്യൂ. നിങ്ങളുടെ സുഹൃത്തുക്കളും നിങ്ങളുടെ കുടുംബവും നിങ്ങളോട് ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ അവരെ അംഗീകരിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിനും നിങ്ങളുടെ ബന്ധങ്ങൾക്ക് നന്ദി പ്രകടനം വലിയ ഒരു കാര്യമാണ്. നിങ്ങൾ കൂടുതൽ നന്ദി പ്രകടനം കാണിച്ചാൽ പഴയതിനേക്കാൾ കൂടുതൽ സന്തോഷം നിങ്ങൾക്ക് ഉണ്ടാകും. നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ നൽകിയിട്ടുള്ളവർക്ക് തിരിച്ചും എന്തെങ്കിലും നൽകാൻ ഇന്ന് നിങ്ങൾ സമയം വിനിയോഗിക്കേണ്ടതാണ്. ടോറസ് റൊമാൻസ്. പങ്കാളികൾക്ക് ഇന്ന് അവരുടെ ബന്ധത്തിൽ കൂടുതൽ ശാന്തിയും സ്ഥിരതയും ഉള്ളതുപോലെ തോന്നിക്കും. അവരുടെ ബന്ധത്തിൽ കൂടുതൽ സംതൃപ്തിയും തോന്നുകയും ചെയ്യും. ഈ നല്ല ദിവസങ്ങൾ ആസ്വദിക്കുക. നിങ്ങൾ അത് അർഹിക്കുന്നു. ഒരു സിനിമയാകട്ടെ അല്ലെങ്കിൽ പാർക്കിൽ ഒന്നിച്ചൊരു നടത്തം. ടോറസ് കരിയർ. കീഴ്ജീവനക്കാരെ നിയന്ത്രിക്കുന്നത് ഒരു വെല്ലുവിളി പോലെയാണ്. എന്നാൽ ജോലിയിലെ കഠിനമായ സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ നിങ്ങൾ വിജയിക്കും. പ്രതിബദ്ധതയുള്ള തൊഴിലാളികളുടെ മെച്ചപ്പെട്ട സംഘടനാ പ്രവർത്തനം നിങ്ങളുടെ മത്സരത്തിൽ പ്രധാന പങ്ക് വഹിക്കുകയും നിങ്ങളുടെ എല്ലാ കഠിന ജോലികളും ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിന് സഹായിക്കും. കഴിവിലൂടെ ഉയർന്ന ലാഭം ലഭിക്കുന്നതിനായി സാങ്കേതികപരമായി നിങ്ങളുടെ തൊഴിൽ സ്ഥലം മെച്ചപ്പെടുത്തുന്നതിനായി നോക്കാവുന്നതാണ്. ലാഭകരമായ ചില ഇടപാടുകൾ ലഭിക്കുന്നതിനായി ഇന്ന് നിങ്ങളുടെ പെട്ടെന്നുള്ള തീരുമാനങ്ങൾ ആവശ്യമാണെന്ന് മനസ്സിലാക്കുക. ടോറസ് ഫൈനാൻസ്. ഒരു കാറിനായി അല്ലെങ്കിൽ ഒരു വീടിനായി ലോണിന് അപേക്ഷിക്കുവാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിനു പറ്റിയ സമയമാണിന്ന്. ഒരു പുതിയ കാറ് വാങ്ങുവാനും പറ്റിയ ദിനമാണിന്ന്. അതുകൊണ്ട് തന്നെ അത് നിങ്ങളുടെ കാര്യപരിപാടിയുടെ ഭാഗമായിരുന്നെങ്കിൽ മുന്നോട്ടു പോകുക. ഇന്ന് നിങ്ങൾ വലിയൊരു വസ്തു വാങ്ങി നിങ്ങളുടെ ജീവിതം കൂടുതൽ വിപുലപ്പെടുത്തും. ടോറസ് ഹെൽത്ത്. അപകട സാധ്യതയുള്ള ഒരുവനാണ് നിങ്ങളെങ്കിൽ എല്ലാവിധ അപകടങ്ങളും ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കുക. ഭാരമുള്ള വസ്തുക്കൾ ചുമക്കുമ്പോഴും വഴുവഴുപ്പുള്ള പ്രതലത്തൂടെ നടക്കുമ്പോഴും പ്രത്യേകം മനസ്സിരുത്തുക. മറ്റ് ദിനങ്ങളെ അപേക്ഷിച്ച് ഫലം കൂടുതൽ അപകടകരമാകുവാൻ സാധ്യത ഉള്ളതിനാലാണ് ഇന്നത്തെ ദിനത്തിന്റെ ലക്ഷണമായി പെരുമാറാതിരിക്കുവാനും ശ്രദ്ധിക്കുക. ഇന്ന് എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചും അതിനായിക്കൊണ്ടു മാത്രവും പ്രവർത്തിക്കുക. അപകടങ്ങൾ ഇന്ന് ഒഴിവാകും. ജെമിനി ഓവർവ്യൂ. നിങ്ങളുടെ ഭാവിയിൽ പെട്ടെന്നൊരു മാറ്റമുണ്ടാകാൻ ഇന്ന് സാധ്യതയുണ്ട്. എല്ലാം നിങ്ങളുടെ ആഗ്രഹം അനുസരിച്ചാവും. വർണ്ണഭാവവും സഹകരണപൂർണവുമായ പെരുമാറ്റം നിങ്ങൾക്ക് പുതിയ സുഹൃത്തുക്കളെയും കൂടാതെ പുതിയ ബിസിനസ് ബന്ധങ്ങളെയും ഉണ്ടാക്കിത്തരും. ജെമിനി റൊമാൻസ്. അനുരാഗത്തിന്റെ ലോകത്തിൽ ഒരു പുതിയ പങ്കാളിയെ കണ്ടെത്തുവാനുള്ള സാധ്യത ഇന്ന് വളരെയുണ്ടെന്ന് കാണുന്നു. ഒരു സ്നേഹഭാജനത്തിന്റെ തിരച്ചിൽ നിങ്ങൾക്ക് ഈയിടെയായി ഉണ്ടായത് പരാജയം മാത്രമായിരുന്നു. എന്നിരുന്നാലും ഇന്ന് നിങ്ങൾക്ക് വീണ്ടും ചിറകുകൾ മുളയ്ക്കുന്നു. പലരുടെയും ശ്രദ്ധ ആകർഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ദീർഘകാല ഗുണമുള്ളതിൽ ചെന്നുവിടുന്നു എന്ന് ഉറപ്പുവരുത്തുക. ഹ്രസ്വകാല ബന്ധങ്ങൾക്കായി സമയം പാഴാക്കാതിരിക്കുക. ജെമിനി കരിയർ. നിങ്ങൾ ജോലി ചെയ്തിരുന്ന ഒരു പ്രധാന പദ്ധതിയിൽ ചില തടസ്സങ്ങൾ വന്നുപെട്ടേക്കാം.
നിങ്ങളുടെ അധ്വാനത്തിന് ഫലം കാണായികയാൽ നിങ്ങൾക്ക് മനക്ലേശമുണ്ടാകാം. നിങ്ങളുടെ പ്രവർത്തനം ആത്മാർത്ഥതയോടെയും നല്ല രീതിയിലുമാണെന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ടുള്ള പാത തുറന്നു കിട്ടും. ക്ഷമയും ലക്ഷ്യം കാണുന്നതുവരെ കാര്യങ്ങളെ പിന്തുടരുകയെന്നതുമാണ് ഇന്ന് നിങ്ങളുടെ ശ്രമം. ജെമിനി. ഫൈനാൻസ്. ഇന്ന് പെട്ടെന്നുള്ള നേട്ടങ്ങളും ലാഭങ്ങളും ഉണ്ടാകുമെന്ന് കാണുന്നു. മുമ്പ് ചെയ്ത ബുദ്ധിപൂർവമായ ഈ നിക്ഷേപങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക ഭാവിയുടെ അടിത്തറ കെട്ടിപ്പടുക്കുക. വ്യാപാര സമുച്ചയങ്ങളിൽ നിക്ഷേപിക്കുക. ഇന്ന് അതിനായി ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ ഭാവിയിൽ അത് ഗുണം ചെയ്യും. ഇതുകൂടാതെ എല്ലാ വസ്തുവ്യാപാര അവസരങ്ങളും പരിശോധിക്കുക. ജെമിനി. ഹെൽത്ത്. ഈയിടെയായി നിങ്ങൾക്ക് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ അഭിസംബോധന ചെയ്ത് ഒരു പരിഹാരം കണ്ടെത്തേണ്ടത് ദിനമാണ്. കൊഴുപ്പ് നിറഞ്ഞതും എണ്ണമയമുള്ളതുമായ ഭക്ഷണങ്ങൾ ഇന്ന് വർജിക്കുക. മാനസിക പിരിമുറുക്കം കുറയ്ക്കുക എന്നിവ ഇന്ന് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ രക്തസമ്മർദ്ദം നിയന്ത്രണാധീനമായി വർദ്ധിച്ചേക്കാം. നിങ്ങളുടെ ശരീരത്തിലേക്ക് അനാരോഗ്യകരമായ ഭക്ഷണങ്ങൾ ചെലുത്താതിരിക്കേണ്ട ദിനമാണ്. ക്യാൻസർ. ഓവർവ്യൂ. യാത്ര അടുക്കാറായി. അവസാനഘട്ട ഒരുക്കങ്ങൾക്ക് ഇന്നാണ് സമയം. താരതമ്യേന അസ്വസ്ഥതകൾ ഇല്ലാത്തതും രസകരമായ അനുഭവങ്ങൾ ഏറെയുള്ളതാവും എന്ന് പ്രതീക്ഷിക്കാം. എന്തെങ്കിലുമാകട്ടെ, തീരുമാനമെടുക്കുക, മുന്നോട്ടു പോകുക. വിസമ്മതങ്ങളൊന്നുമില്ലാതെ ദിനമാവട്ടെ ഇന്ന്. ക്യാൻസർ. റൊമാൻസ്. നിങ്ങൾ വിവാഹം ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു വ്യക്തിയോട് മനസ്സിലുള്ളത് എങ്ങനെ പറയണമെന്നറിയാതെ നിങ്ങൾക്ക് ആശയക്കുഴപ്പവും അതുമൂലം ആകുലതയും ഉണ്ടാകും. നിങ്ങളുടെ അതേ സ്വഭാവമുള്ള ഒരു സുഹൃത്തിനെ തിരഞ്ഞ് അവരോട് ഉപദേശം തേടുക. നിങ്ങളുടെ വാക്കുകൾ ശരിയായ വിധത്തിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ ഈ വ്യക്തി നിങ്ങളോട് പ്രതികരിക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ അംഗീകരിക്കുകയും ചെയ്യും. ക്യാൻസർ. കരിയർ. നിങ്ങൾ ഇന്ന് പ്രത്യേകിച്ചും സർക്കാർ സ്ഥാപനത്തിൽ ജോലി ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നവർ ജോലി മാറുവാനുള്ള തീരുമാനമെടുക്കും. നിങ്ങൾ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ജോലിയിൽ നിങ്ങൾക്ക് അതൃപ്തി ഉണ്ടായിരുന്നുവെന്നല്ല, എന്നാൽ ആവേശകരമായ ഈ പുതിയ അവസരം നിങ്ങളെ തേടിയെത്തിയതായിരിക്കാം. നിങ്ങൾക്ക് നിരസിക്കുവാൻ സാധിക്കാത്ത ഒരവസരം തന്നെയായിരിക്കും ഇത്. അതുകൊണ്ട് തന്നെ ശരി എന്ന് പറയുവാനുള്ള ധൈര്യം സംഭരിക്കുക. ക്യാൻസർ. ഫൈനാൻസ്. നിങ്ങളോട് ഇന്ന് ആരെങ്കിലും പണം കടം ചോദിക്കും. എന്നാൽ അവർക്ക് കടം കൊടുക്കാവുന്ന ഒരവസ്ഥയിലല്ല നിങ്ങളിന്ന്. ഇല്ല എന്ന് പറയുവാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. എന്നിരുന്നാലും ഇപ്പോഴേ വാർത്താവിനിമയം വ്യക്തമാക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പിന്നീടത് അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടവരുത്തും. എന്തായാലും ഈ അവസരത്തിൽ നിങ്ങൾ ഈ കടം കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. ക്യാൻസർ. ഹെൽത്ത്. ഇൻഫെക്ഷൻ തുടങ്ങിയ ശ്വാസോച്ഛ്വാസ സംബന്ധിയായ അസുഖമുള്ള പ്രവണതയുള്ളതിനാൽ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കണം. തണുത്ത പാനീയങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തിന് ഗുണമൊന്നും ചെയ്യുവാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അവ കഴിക്കാതിരിക്കുക. കൂടാതെ ഇന്ന് പുകവലിക്കുന്നില്ലെന്നും ഉറപ്പുവരുത്തുക. കഴിയുന്നതും പുക നിറഞ്ഞ മൂടൽമഞ്ഞിൽ നിന്നും പൊടിപടലങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാൻ ശ്രമിക്കുക. പനിയോ ശരീരവേദനയോ വരുന്നുവെന്ന് സംശയമുണ്ടെങ്കിൽ ആവശ്യത്തിന് വിശ്രമമെടുക്കുക. ഇവ ഒഴിഞ്ഞുപോകും. ലിയോ. ഓവർവ്യൂ. ഇന്നത്തെ ദിവസമാണ് ദിവസം. നിങ്ങൾക്ക് ദൂരെയുള്ള കുറെ വാർത്തകൾ അറിയാൻ കഴിഞ്ഞു. ചിലപ്പോൾ ഒരു കൂട്ടുകാരനിൽ നിന്നോ അല്ലെങ്കിൽ പുറത്തുള്ള ബന്ധുക്കളിലോ നിന്നും ആകാം. നിങ്ങൾ അവരുടെ ഫോൺ വിളി, ഇമെയിൽ എന്നിവയുടെ സൗകര്യം നിലനിർത്തുക. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വാർത്തകൾ എത്തിച്ചാൽ നിങ്ങൾ ഒത്തിരി സന്തോഷിക്കും. ഈ അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒരു യാത്രയ്ക്ക് അവരെ ക്ഷണിക്കുകയാണെങ്കിൽ പോകൂ. ലിയോ. റൊമാൻസ്. ഇന്ന് നിങ്ങളുടെ ഇമെയിലിൽ അല്ലെങ്കിൽ ഫോണിൽ നിങ്ങൾക്ക് ആശ്ചര്യം തുളുമ്പുന്ന ഒരു സന്ദേശം ലഭിക്കും. ഒരു പുതിയ സുഹൃത്ത് അവരുടെ കെട്ടിക്കിടക്കുന്ന അനുരാഗം നിങ്ങളെ അറിയിക്കും. പിന്നോട്ടടിക്കേണ്ട. ഈ വാർത്ത ക്ഷമയോടെയും തുറന്ന മനസ്സോടെയും എടുക്കുക. ഈ ബന്ധം വരുവാനുള്ള സാധ്യത വളരെയധികമാണ്. അതുകൊണ്ട് തന്നെ അത് നിങ്ങളെ എങ്ങോട്ടെടുക്കുന്നുവെന്ന് ഒന്ന് നോക്കിയാൽ എന്താണ്. ലിയോ. കരിയർ. നിങ്ങളുടെ എതിരാളി നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കും. അതിനാൽ അവരുടെ ശ്രമങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള നടപടികൾ എടുത്തതായി ഉറപ്പുവരുത്തുക. തൊഴിൽ സ്ഥലത്ത് നിങ്ങൾ ഇന്ന് മികച്ച നിലയിലായിരിക്കുക. നിങ്ങളുടെ പിൻഭാഗത്തു പോയി നിങ്ങളെ മോശമാക്കുന്നതിനായി ശ്രമിക്കുന്നവരെ കണ്ടെത്താൻ നിങ്ങൾ ജാഗരൂകനായിരിക്കണം. നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഉന്നത ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസമുണ്ടോ എന്ന് നോക്കുക. എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വേണ്ടത് ചെയ്യുക. ലിയോ. ഫൈനാൻസ്. വ്യാപാരത്തിലാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് നല്ല ദിനമാകും. ഈ വകുപ്പിൽ ലാഭങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് അറുതിയും. പുതിയ ആശയങ്ങളോടും ബന്ധങ്ങളോടും തുറന്ന മനസ്സുണ്ടായിരിക്കുക. കാരണം അവയിൽ ചിലത് നിങ്ങൾക്ക് ഔദ്യോഗിക പുരോഗതി ഉണ്ടാക്കും. ലിയോ. ഹെൽത്ത്.
അനാവശ്യമായ മാനസിക പിരിമുറുക്കം കുറയ്ക്കുവാൻ ശ്രമിക്കുക. അവ നിങ്ങളുടെ സ്വാസ്ഥ്യത്തെ ബാധിക്കുന്നുണ്ട്. അധിക മാനസിക പിരിമുറുക്കം രോഗപ്രതിരോധ ശേഷിയെ ബാധിക്കുന്നു. ഇതുമൂലം ഹ്രസ്വകാലങ്ങളിൽ നിങ്ങൾക്ക് ഇൻഫെക്ഷൻ പോലുള്ള ചെറിയ അസുഖങ്ങൾക്കും ദീർഘകാലത്തിൽ കാഠിന്യമേറിയ അസുഖങ്ങൾക്കും കാരണമാക്കും. ഇന്ന് യോഗ അല്ലെങ്കിൽ ധ്യാനം നിങ്ങളുടെ ആരോഗ്യത്തിന് അത്ഭുതം ചെയ്യും. Virgo, ഓവർവ്യൂ. ഇന്ന് നിങ്ങൾ സുഹൃത്തുക്കളുമായുള്ള ഒരു യാത്രയ്ക്കുള്ള കണ്ടുമുട്ടൽ ഉണ്ടാകും. ഇത് ഒരു ഒറ്റ ദിവസ യാത്രയായിരിക്കും. ദീർഘമല്ലാത്ത ഒരു യാത്ര എങ്ങനെയായാലും സാഹസികമായ അത്ഭുതകരമായ ഒരു അവസരം ലഭിക്കുകയും അത് നിങ്ങളുടെ ഓർമ്മയ്ക്ക് കാരണമാക്കുകയും ചെയ്യും. Virgo, റൊമാൻസ്. നിങ്ങൾ ഒറ്റയ്ക്കുള്ള ഒരു മാതാവോ പിതാവോ ആണെങ്കിൽ നിങ്ങൾക്കിനി മറ്റൊരു പങ്കാളിയെ കണ്ടെത്താനാവുകില്ലെന്ന് നിങ്ങൾ വിശ്വസിച്ചു വന്നിരിക്കുന്നു. എന്നാൽ ഇന്ന് പുതിയ താല്പര്യമുള്ള ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടും. എന്നാൽ ഇത് എനിക്ക് വേണ്ടിയുള്ളത് തന്നെ എന്ന് മാനിക്കരുത്. എന്നാൽ ഇവർ ഒന്നുമില്ലെങ്കിലും വളരെ കാലമായി നിങ്ങൾ കുഴിച്ചുമൂടിയിരുന്ന ഒരു വികാരത്തിന് വീണ്ടും തിരികൊളുത്തും. Virgo, കരിയർ. നിങ്ങൾ ആരോഗ്യരംഗത്താണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ജോലി സംബന്ധമായി പറയുകയാണെങ്കിൽ ഇന്ന് ഫലവത്തായ ഒരു ദിനമായിരിക്കും. മൊത്തത്തിൽ നിങ്ങളുടെ ഔദ്യോഗിക ജീവിതം ശരിയായ ദിശയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ലക്ഷ്യത്തിലേക്കുള്ള ശ്രദ്ധ കൈവിടരുത്. ആളുകൾ നിങ്ങളുടെ പ്രകടനം കാണുന്നുണ്ട്. നിങ്ങൾക്ക് തക്കതായ പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും. Virgo, ഫൈനാൻസ്. നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്നത് ഒരു വാടക വീട്ടിലാണെങ്കിൽ നിങ്ങൾ ഇന്നു മുതൽ നിങ്ങളുടെ സ്വപ്ന വീടിനായുള്ള തിരച്ചിൽ തുടങ്ങും. ഈ കാര്യത്തിന് ഇന്ന് തുടങ്ങിവെക്കുന്നത് നല്ല ഫലം ലഭിക്കും. നിങ്ങൾ ഇന്ന് ആ വീട് കണ്ടെത്തും, അല്ലെങ്കിൽ അതെവിടെയാണെന്നറിയും. അതിനായുള്ള പണം എങ്ങനെ കണ്ടെത്താമെന്ന് കണ്ടെത്തും. നല്ലത് വരട്ടെ. Virgo, ഹെൽത്ത്. ചെറിയതെങ്കിലും വല്ലാതെ ശല്യപ്പെടുത്തുന്ന രീതിയിൽ ഇന്നും നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. ദഹന സംബന്ധിയായ പ്രശ്നങ്ങളെക്കുറിച്ച് ബോധമുണ്ടാകുക. വായിലോട്ട് എന്തിടുന്നുവെന്നതിനെക്കുറിച്ചും കഴിക്കുന്നതെന്തും വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ പാകം ചെയ്തതാണെന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെയെങ്കിൽ പിന്നീട് വയറിന് അസുഖം വരാതെ സൂക്ഷിക്കാം. ദഹനക്കേട് വരികയാണെങ്കിൽ അതുമൂലം നിങ്ങളുടെ മാനസിക പിരിമുറുക്കവും വർദ്ധിക്കുന്നത് നിങ്ങൾ അറിയും. Libra, ഓവർവ്യൂ. ഈ സമയത്ത് നിങ്ങളുടെ സ്നേഹിതയുമായുള്ള ബന്ധം അത്ര ഹാർദവമായിരിക്കില്ല. എത്രയും വേഗം പ്രശ്നങ്ങളെ ലഘൂകരിക്കുവാൻ നോക്കുമെങ്കിലും അത് അത്ര സംതൃപ്തി തരില്ല. ഈ സ്നേഹിതയ്ക്ക് എല്ലാം മനസ്സിലാക്കാൻ സമയം ആവശ്യമായി വരും. അതിനുള്ള സമയം കൊടുക്കുവാൻ ശ്രമിക്കുകയും എന്നാൽ സംസാരം നിർത്തിക്കളയരുത്. ഈ പ്രശ്നങ്ങളെ തന്ത്രപരമായി കൈകാര്യം ചെയ്യണം. Libra, റൊമാൻസ്. നിശ്ചയദാർഢ്യത്തോടെയുള്ള ഒരു ബന്ധമാണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും ഇന്ന് ഒരേ നിലയിലാണ് ചിന്തിക്കുന്നതെന്ന് മനസ്സിലാകും. ഇത് കയറ്റങ്ങളോ ഇറക്കങ്ങളോ ഇല്ലാത്ത ശുഭകരമായ ഊർജം പരസ്പരം ഒഴുകുന്ന ഒരു സാധാരണ ദിവസമാണ്. അത് ആസ്വദിക്കുക. Libra, കരിയർ. വ്യാപാര രംഗത്തുള്ളവർക്ക് ഇന്ന് വളരെ നല്ല ദിവസമാണ്. കാരണം അവരിന്ന് എതിരാളികളെക്കാൾ വളരെ മുന്നിലായിരിക്കുന്നുവെന്നത് തന്നെ. ഇന്ന് ചില സാമ്പത്തിക ലാഭങ്ങൾ നിങ്ങൾക്കുണ്ടാകുമെന്ന് കാണുന്നുണ്ടെങ്കിലും ആ ഗുണം അനുഭവിക്കും മുമ്പേ അത് നഷ്ടപ്പെടുവാനാണ് കൂടുതൽ സാധ്യത. പാർട്ട് ടൈം ജോലി ചെയ്യുന്നവർക്കിന്ന് തിരക്ക് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ ഈ ജോലി ഒരു മുഴുവൻ സമയ ജോലിക്കായി മാറ്റുന്നതിനെക്കുറിച്ചും ആലോചിക്കും. Libra, ഫൈനാൻസ്. എളുപ്പമേറിയതും സൗകര്യങ്ങൾ നിറഞ്ഞതുമായ ഒരു ജീവിതം വേണമെന്ന നിങ്ങളുടെ ആഗ്രഹം പെട്ടെന്നുള്ള മാറ്റങ്ങളുമായി പൊരുത്തപ്പെടുവാനുള്ള ഊർജം നിങ്ങൾക്ക് നൽകും. സാമ്പത്തിക മർദ്ദങ്ങൾ നേരിടുവാനുള്ള സ്റ്റാമിനയും നിരന്തരം പിന്തുടരുവാനുള്ള ഊർജവും നിങ്ങളിലുണ്ട്. സാമ്പത്തിക വിജയത്തിനായി ഇന്ന് നിങ്ങൾക്കാവശ്യം കൃത്യതയാർന്ന പ്ലാനിങ്ങും കഠിനാധ്വാനവുമാണ്. നിങ്ങൾ നിങ്ങൾക്കായി നിശ്ചയിച്ചിട്ടുള്ള ലക്ഷ്യത്തിലെത്തുവാൻ പ്രവർത്തികൾ തുടങ്ങിവെക്കുവാനുള്ള ഒരു മനസ്സ് ആവശ്യമാണ്. പദ്ധതികൾക്ക് കൃത്യതയാർന്ന വിജയം നൽകുവാൻ മറ്റുള്ളവരുടെ സഹായം കൂടി തേടുക. Libra, ഹെൽത്ത്. ആരോഗ്യകാര്യത്തിൽ ഇന്ന് നല്ല ദിനമാണ്. കാരണം നിങ്ങൾ നിങ്ങളുടെ ശരിയായ കഴിവ് മനസ്സിലാക്കുന്നു. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ അവസരം നൽകുന്നു. പോഷക സംയുക്തമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നതും വിനോദകരമായ കളികളിൽ ഏർപ്പെടുന്നതും തുടരുക. ഇത് നിങ്ങളുടെ സംവേഗ ശക്തിയെ മുന്നോട്ട് കൊണ്ടുപോകും. നിങ്ങളുടെ ഉൽപാദനക്ഷമത വർദ്ധിക്കുന്നത് നിങ്ങൾ അറിയും. അത് നിങ്ങളുടെ മൂഡിന് ഗുണം ചെയ്യും. അത് മൊത്തത്തിൽ സുഖമുണ്ടെന്ന ചിന്ത നിങ്ങളിൽ വരുത്തും. ഇന്നത്തെ ദിനം ആസ്വദിക്കുക. Scorpio, ഓവർവ്യൂ. നിങ്ങളുടെ പഴയ സുഹൃത്തുക്കളുടെ അടുത്ത് ഇന്ന് പെട്ടെന്ന് എത്താൻ സാധിച്ചേക്കാം. അല്ലെങ്കിൽ ഇന്റർനെറ്റ് വഴി അവിചാരിതമായി അവരെ ബന്ധപ്പെടാൻ പറ്റിയേക്കാം. ചില അപ്രതീക്ഷിത കൂടിച്ചേരലുകൾ ഇന്ന് എടുത്തു കാണപ്പെടുന്നു. പഴയ കാലത്തെപ്പറ്റി സംസാരിക്കാനും മധുര ഓർമ്മകളെപ്പറ്റി ഒരുമിച്ച് ചിരിക്കാനും ഇന്ന് സമയം കണ്ടെത്തേണ്ടതാണ്.
ഇത് സന്തോഷകരമായ കണ്ടുമുട്ടലാണ്. അതുപോലെ തന്നെ ഇത് പൂർണ്ണ രീതിയിൽ നിങ്ങൾ അവരെ സന്തോഷിപ്പിക്കേണ്ടതാണ്. ഇന്ന് നിങ്ങൾ സുഹൃത്ത് ബന്ധം പുതുക്കിയ സൗഹൃദത്തോളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. സ്കോർപിയോ. റൊമാൻസ്. ഈയിടെയായി വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിന് പരിഹാരമുണ്ടാകും. ഇത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ വീട്ടിലുള്ളവർക്കെല്ലാം ആശ്വാസമായിരിക്കും. വീട്ടിൽ സമാധാനം നിലനിർത്തുവാനും അഭിപ്രായ വ്യത്യാസമുള്ള പ്രശ്നങ്ങൾ അടഞ്ഞ വാതിലിന് പുറകെ മാത്രം ചർച്ച ചെയ്യുവാനും ശ്രദ്ധിക്കുക. കുട്ടികളെ വീട്ടിലെ ദേഷ്യം അല്ലെങ്കിൽ അസഹിഷ്ണുത എന്നിവയിൽ നിന്നും സംരക്ഷിക്കുക. സ്കോർപിയോ. കരിയർ. സാധാരണഗതിയിൽ നിങ്ങൾ തികച്ചും ആത്മവിശ്വാസമുള്ളവനായിരിക്കും. എന്നാൽ നിങ്ങളുടെ എതിരാളികളുടെ തുടർച്ചയായ സമ്മർദ്ദം നിങ്ങളുടെ ആത്മവിശ്വാസത്തെ നേരിയ തോതിൽ തുരങ്കം വയ്ക്കുന്നതായി കാണാൻ കഴിയും. നിങ്ങളുടെ ബുദ്ധിയെ വിവേകമുള്ളതാക്കി തീർക്കുക. നിങ്ങളെ അവർക്ക് കീഴ്പ്പെടുത്താൻ അനുവദിക്കരുത്. എതിരാളികൾ പറയുന്നത് പോലെ നിങ്ങൾ ഒരിക്കലും നിങ്ങളെക്കുറിച്ച് തന്നെത്താൻ തീർപ്പ് കൽപ്പിക്കരുത്. എന്നാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ പറയുന്നത് അനുസരിക്കാം. എങ്കിലും നിങ്ങളെക്കുറിച്ച് സ്വയം പറയാനുള്ളത് വിശ്വസിക്കുന്നത് പിന്നെയും നല്ലത് തന്നെ. സ്കോർപിയോ. ഫൈനാൻസ്. വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള വിവിധ മാർഗങ്ങളെക്കുറിച്ച് നിങ്ങൾ ഇന്ന് ആലോചിക്കണം. നിങ്ങളുടെ അധിക സമയവും കഴിവും ഉപയോഗിച്ച് കുറച്ച് പണം എങ്ങനെ സമ്പാദിക്കാമെന്ന് ആലോചിക്കുക. വീട്ടിൽ നിന്നും ചെയ്യാവുന്ന ഒരു വ്യാപാരത്തെക്കുറിച്ച് ആലോചിക്കാം. എല്ലാ വശങ്ങളെക്കുറിച്ചും ചിന്തിക്കുക, വിശകലനം ചെയ്യുക. കാരണം നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് തൂക്കം വർദ്ധിപ്പിക്കുവാനായി ഇന്ന് നിങ്ങൾ ചെയ്യുന്നത് വിജയം കാണും. സ്കോർപിയോ. ഹെൽത്ത്. ശരീരഭാരം കുറയ്ക്കുക. നിങ്ങളുടെ ലക്ഷ്യത്തിലെത്തുവാനായി ഇന്ന് നിങ്ങൾ നിങ്ങളുടെ വ്യായാമ മുറകളിൽ കാര്യമായ വർധന വരുത്തേണ്ടതുണ്ട്. ആഹാര കാര്യത്തിൽ ശ്രദ്ധ വേണം. കൂടാതെ ആ അധിക കലോറികൾ കത്തിച്ചു കളയുവാനായി കൂടുതൽ വ്യായാമവും വേണം. നിരാശനാകേണ്ട, നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തോടടുക്കുകയാണ്. സജിറ്റേറിയസ്. ഓവർവ്യൂ. ഇന്ന് തലക്ക് പരിക്ക് പറ്റുവാനുള്ള സാധ്യത കാണുന്നു. ഇന്ന് നിങ്ങൾ വളരെ ശ്രദ്ധാലുവായിരിക്കേണ്ടത് ആവശ്യമാണ്. കാരണം പലവിധ അപകടങ്ങളും ഉണ്ടാകുവാനുള്ള സാധ്യതകൾ ഇന്ന് കാണുന്നുണ്ട്. അതിൽ പലതും തലയ്ക്കും ശരീരത്തിന്റെ ഉപരിഭാഗങ്ങൾക്കും പരിക്കുകൾ ഏൽക്കുവാനാണ്. സജിറ്റേറിയസ്. റൊമാൻസ്. അനുരാഗത്തിന്റെയും വിവാഹത്തിന്റെയും മേഖലയിൽ ഇന്ന് ആശ്ചര്യങ്ങൾ ഉണ്ടാകും. ഒരടുത്ത സുഹൃത്തെ അവർക്ക് നിങ്ങളോടുള്ള വികാരം വിശുദ്ധമാണെന്നറിയിക്കും. ഇതിൽ നിങ്ങൾക്ക് ആദ്യം ഞെട്ടലുണ്ടാകുമെങ്കിലും പിന്നീട് ഇത് മെല്ലെ മെല്ലെ നിങ്ങളും അതുപോലെ തന്നെ ചിന്തിച്ചു തുടങ്ങും. ഈ ബന്ധത്തിന് അതിൻ്റെതായ പരിഗണന നൽകുക. കാരണം അത് വളരെ നല്ലതായിരിക്കും. സജിറ്റേറിയസ്. കരിയർ. സിനിമ അല്ലെങ്കിൽ നാടകവുമായി ബന്ധപ്പെട്ടിരുന്നവർ അല്ലെങ്കിൽ ഇതിൽ ചേരുവാൻ ആഗ്രഹിക്കുന്നവർ എന്നിവർക്കിന്ന് ഗുണകരമായ ദിനമായിരിക്കും. നല്ല അവസരങ്ങൾ അവർക്കിന്ന് ലഭിക്കും. ഈ രംഗത്തു നിന്നും ഒരാൾ നിങ്ങൾക്കായി ഒരു സഹായഹസ്തം നീട്ടും. ഈ സഹായത്തിന് നിങ്ങൾക്ക് കൃതജ്ഞതയുണ്ടെന്ന് അവരെ അറിയിക്കുക. സജിറ്റേറിയസ്. ഫൈനാൻസ്. വിദേശത്തു നിന്നും ഗുണങ്ങൾ വരുവാൻ സാധ്യതയുള്ള ദിനമാണിന്ന്. നിങ്ങൾക്ക് വിദേശത്ത് നിക്ഷേപമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്തു നിന്നും ചില സാമ്പത്തിക സഹായങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നുവെങ്കിൽ നിങ്ങൾ കാത്തിരുന്ന സാമ്പത്തിക ലാഭത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ സാമ്പത്തിക സഹായത്തെക്കുറിച്ചുള്ള നല്ല വാർത്ത ഇന്ന് വരും. ശുഭാപ്തി വിശ്വാസമുള്ള മാനസിക സ്ഥിതി ഉണ്ടാവണം. ഗ്രഹസ്ഥിതി നിങ്ങൾക്ക് അനുകൂലമാണ്. സജിറ്റേറിയസ്. ഹെൽത്ത്. ഉയർന്ന ഊർജ്ജ നിലവാരം നിങ്ങളെ ഉല്ലാസവാനും ഉന്മേഷവാനുമാക്കും. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ വ്യായാമ പ്രക്രിയയിലൂടെ ദിനചര്യയിലേക്ക് തിരിച്ചു വരും. നിങ്ങളിൽ ധാരാളം ഊർജമുണ്ട്. ഈയിടെയായി നിങ്ങളിൽ സ്വല്പം മടി കൂടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ജിമ്മിലേക്ക് തിരിച്ചെത്തുവാൻ നിങ്ങളുടെ മനം വെമ്പും. ഇന്നത്തെ ദിനത്തിനു ശേഷം നിങ്ങൾ തിരികെ പാതയിലെത്തിയെന്ന് നിങ്ങൾക്ക് തോന്നും. നല്ല ആരോഗ്യമെന്ന നിങ്ങളുടെ തീരുമാനത്തിന് നിങ്ങൾ കൂടുതൽ ഊർജം കൊടുക്കും. കാപ്രിക്കോൺ. ഓവർവ്യൂ. ഒരു കുടുംബം ആഘോഷം സൂചിപ്പിക്കുന്ന ദിവസമാണിന്ന്. അതുകൊണ്ട് എല്ലാം മാറ്റിവെച്ച് പുറത്തുപോകാൻ പറ്റിയ സമയമാണ്. ഈ സന്ദർഭം ആഘോഷിക്കുന്നതിലൂടെ നിങ്ങളുടെ കുടുംബ ബന്ധത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കും. ഇന്ന് എല്ലാ കാര്യങ്ങൾക്കും പ്രശംസ അർഹിക്കുന്ന ദിവസമാണ്. കാപ്രിക്കോൺ. റൊമാൻസ്. ഇന്ന് നിങ്ങളുടെ അനുരാഗ ജീവിതം സുഗമമായ പാതയിലല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പങ്കാളിയെ ഒന്നുകൊണ്ടും പ്രകോപിപ്പിക്കരുത്. മുൻപുണ്ടായ ചില അശ്രദ്ധകളിൽ നിന്നും പുറത്തു കടക്കുവാനുള്ള വ്യഗ്രതയിൽ കൃത്രിമമായി ഒരു പെരുമാറ്റവും നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത്. പങ്കാളിക്ക് മുന്നിൽ വെച്ച് മറ്റാരെങ്കിലുമായി ശൃംഖരിക്കുന്നത് വൈര്യം വളർത്തുവാനേ സഹായിക്കുകയുള്ളൂ. അതിന്റെ അന്ത്യം പരമദയനീയവുമായിരിക്കും. പരസ്പരം സംസാരിച്ചു തീർക്കേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സംസാരിച്ചു തന്നെ തീർക്കുക. എന്നിട്ട് മുറിവുകളെ ഉണക്കുവാനുള്ള പോംവഴികളെക്കുറിച്ച് ആലോചിക്കുക. കാപ്രിക്കോൺ. കരിയർ. തൊഴിൽദാതാക്കൾ, പ്രത്യേകിച്ച് ചെറിയ വ്യാപാരങ്ങൾ നടത്തുന്നവർ ഇന്ന് അവരുടെ തൊഴിലാളികളുമായി പ്രശ്നങ്ങളുണ്ടെന്ന് സ്വയം കണ്ടെത്തിയേക്കാം. എങ്കിലും നിങ്ങൾ പ്രേരണയാൽ വിഷമത്തിലായേക്കും. തത്കാലം എതിരായ തീരുമാനങ്ങൾ എടുക്കുന്നത് വേണ്ടെന്ന് വെക്കുക.
ഇന്ന് സാമ്പത്തിക മേഖലയിലെ പ്രവർത്തിക്കുന്നവർ ലക്ഷ്യം കൈവരിക്കുന്നതിൽ പ്രശ്നങ്ങൾ നേരിടുന്നു. Capricorn, ഫൈനാൻസ്. കളവ് മൂലം ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും വസ്തു നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. എല്ലാ മുൻകരുതലുകളും സുരക്ഷാ ഉപായങ്ങളും എടുത്ത ശേഷവും ഇന്ന് നിങ്ങളുടെ ചില വസ്തുക്കൾ കളവ് പോകും. നിങ്ങളുടെ ഈ വസ്തു ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക നഷ്ടത്തിന് പരിഹാരം ലഭിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും നഷ്ടമാകാതിരിക്കുവാൻ ആവത് പരിശ്രമിക്കുക. Capricorn, ഹെൽത്ത്. ഒരു അരക്ഷിതാബോധവും നിങ്ങൾക്ക് പറയുവാനുള്ളത് വ്യക്തമാക്കുവാൻ കഴിയാതെ ഇരിക്കുകയും ഇന്ന് നിങ്ങളെ അലട്ടുന്നു. കുഴഞ്ഞുമറിഞ്ഞ എന്തോ ഒന്നിൽ കുടുങ്ങിയിരിക്കുന്നതായി നിങ്ങൾക്ക് തോന്നുന്നു. യോഗ അല്ലെങ്കിൽ ദീർഘശ്വാസം വഴി ആ മാനസിക പിരിമുറുക്കത്തെ അതിന്റെ പരിധിയിൽ നിർത്തുക. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഈ വേവലാതികൾ ഇത്രയും പിരിമുറുക്കം ആവശ്യപ്പെടുകയല്ല. അതുകൊണ്ട് തന്നെ അവയെ കുടഞ്ഞുകളയുക. Aquarius, ഓവർവ്യൂ. നിങ്ങളുടെ ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടിയെന്ന് വരാം. ആ സമയത്ത് മുതിർന്നവരുടെ ഉപദേശം സ്വീകരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാം. നിങ്ങൾക്കത് പ്രയോജനപ്പെടുക തന്നെ ചെയ്യും. Aquarius, റൊമാൻസ്. അനാവശ്യ വാക്കേറ്റങ്ങൾ മൂലം ഇന്ന് നിങ്ങൾ വിവാഹിതർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. വിവാഹേതര ബന്ധത്തിനുള്ള ഒരു സാഹചര്യം ഇന്നെത്തും. നിങ്ങളാകട്ടെ വന്നുചേരുന്ന ആ ബന്ധത്തിൽ ആകൃഷ്ടമാവുകയും ചെയ്യും. ഒന്ന് ദീർഘശ്വാസമെടുത്ത് നല്ലവണ്ണം ആലോചിക്കുക. പിന്നീട് വിഷമിക്കേണ്ടി വരുന്ന ഒന്നിലും ചെന്നുപെടാതിരിക്കുക. Aquarius, കരിയർ. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന ഒരവസരം ഇന്ന് നിങ്ങൾക്ക് ലഭിക്കും. ഇത് നിങ്ങളിപ്പോൾ വസിക്കുന്നിടത്തു നിന്നും വളരെ അകലെയായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടേക്ക് മാറി താമസിക്കേണ്ടി വന്നേക്കാം. എന്നാൽ ഇത് സ്വീകരിക്കുന്നതിൽ നിന്നും മടിക്കരുത്. ഇത് നിങ്ങളുടെ ഔദ്യോഗിക രംഗത്ത് നിന്ന് പല മാറ്റങ്ങളും വരുത്തും. Aquarius, ഫൈനാൻസ്. ഔദ്യോഗിക രംഗത്ത് ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കുവാൻ ഒരവസരം ലഭിക്കും. ലക്ഷ്യങ്ങൾ തീരുമാനിച്ച് അവയിൽ എത്തുവാനുള്ള പദ്ധതികൾ രൂപപ്പെടുത്തുന്നതിൽ നിങ്ങൾ വിജയിക്കും. നിങ്ങളുടെ പലവിധ കഴിവുകളും ജോലിയോടുള്ള കൃത്യതയാർന്ന നീക്കങ്ങളും നിങ്ങൾക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പല നേട്ടങ്ങൾക്കും കാരണമാകും. നല്ല പ്ലാനിങ്ങും ക്രിയാത്മകതയും സാമ്പത്തിക രംഗം മെച്ചപ്പെടുത്തുവാനായി ഇപ്പോൾ ഉപയോഗിക്കൂ. Aquarius, ഹെൽത്ത്. ഇന്ന് നിങ്ങൾക്ക് ഒരു ഉന്മേഷക്കുറവുണ്ടാകും. ഇത് ചെറിയ ഒരു കാലയളവിലേക്ക് മാത്രമാണ്. എന്നിരുന്നാലും വീട്ടിൽ മടിപിടിച്ചിരിക്കുന്ന ഈ അവസ്ഥയെ നിങ്ങൾ ചെറുത്ത് തോൽപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഒന്നുമില്ലെങ്കിൽ ഒന്ന് നടക്കുവാനെങ്കിലും പോകുക. നിങ്ങൾക്ക് ഉന്മേഷം തോന്നും. സത്യത്തിൽ ഇത് നിത്യവും ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. നിങ്ങൾക്ക് വേണ്ടത് വ്യായാമമാണെന്ന് സ്വയം ബോധ്യപ്പെടുത്തുക. നിങ്ങൾക്ക് അധികം താമസിയാതെ നിങ്ങളെ ഒരു ജിമ്മിൽ കാണുവാനാകും. Pisces, ഓവർവ്യൂ. നിങ്ങൾക്ക് ഇന്ന് ഒരുപാട് സ്ഥാപനങ്ങൾ സന്ദർശിക്കുന്നതിനുള്ള ആഗ്രഹമുണ്ടാവും. അതിനുള്ള തീരുമാനം മറ്റൊരാളുമായി ചേർന്ന് എടുക്കുകയും ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ ലിസ്റ്റിലില്ലാത്ത പല സ്ഥലങ്ങളിൽ പോകാൻ നിങ്ങളുടെ യാത്ര പങ്കാളിയാൽ നിർബന്ധിതനാവും. നിങ്ങൾ ഇത് അംഗീകരിക്കുകയും നിങ്ങളുടെ ചില കാര്യങ്ങൾ അദ്ദേഹം അംഗീകരിക്കുകയും ചെയ്യും. Pisces, റൊമാൻസ്. നിങ്ങളുടെ പങ്കാളിയുടെ തിരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വീട്ടുകാർ അവർക്കുള്ള എതിർപ്പ് ഇന്ന് പ്രകടമാക്കുന്നതിനാൽ അനുരാഗത്തിന്റെ കാര്യത്തിൽ ഇന്ന് വെല്ലുവിളികളുള്ള ഒരു ദിനമാണ്. നിങ്ങൾ നിങ്ങളുടെ എല്ലാ കഴിവുകളും ഉപയോഗപ്പെടുത്തിയാൽ മാത്രമേ അവരെ നിങ്ങൾ ചിന്തിക്കുന്ന വഴിയിലേക്ക് നയിക്കാനാവൂ. കുറച്ച് ദിവസങ്ങൾക്കകം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവർ മാനിക്കുന്നുവെന്ന് കാണാറാകും. Pisces, കരിയർ. വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് നല്ല ദിവസമാണ്. ഒരു പക്ഷേ നിങ്ങളുടെ കഠിനാധ്വാനം ശ്രദ്ധിക്കപ്പെട്ടതാകാം. അതിനായി നിങ്ങളുടെ മേലുദ്യോഗസ്ഥൻ നിങ്ങൾക്ക് ഒരു ബോണസ് നൽകുന്നതായിരിക്കാം. അല്ലെങ്കിൽ തികച്ചും പ്രതീക്ഷിക്കാത്ത ഒരു പ്രൊമോഷൻ ലഭിക്കാം. അതെന്തുമാകട്ടെ, സാമ്പത്തിക ലാഭം കൊയ്യുവാനും ഒന്ന് തിളങ്ങുവാനുമുള്ള ദിനമാണിന്ന്. Pisces, ഫൈനാൻസ്. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ പണത്തിന്റെ ഗുണം വീട് വിട്ട് അധിക ദൂരം പോകുന്നത് കാണുവാൻ ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് സന്തോഷകരമായി എന്തെങ്കിലും ചെയ്യും. വീട് അലങ്കരിക്കുവാൻ എന്തെങ്കിലും ചിലവാക്കും. അല്ലെങ്കിൽ എല്ലാവരുമൊത്ത് ഒരു അത്താഴം. എങ്ങനെയായാലും നിങ്ങളുടെ ഇന്നത്തെ ദയാവായ്പിൽ സന്തോഷിക്കുന്നത് നിങ്ങളുടെ കുടുംബമായിരിക്കും. Pisces, ഹെൽത്ത്. ഇന്ന് നിങ്ങൾക്ക് സ്വാസ്ഥ്യം തോന്നുന്നു. നിങ്ങളിലെ ഊർജം അതിന്റെ ഉത്തുംഗത്തിലാണ്. അടുത്തിടെയുണ്ടായ ചില അനാരോഗ്യങ്ങൾ കരുതി വന്നതിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ട്. നല്ല ആരോഗ്യത്തിന്റെയും ഉന്മേഷത്തിന്റെയും ഈ സമയം കുറച്ച് വ്യായാമത്തിനായി ഉപയോഗിക്കുക. അതുപോലെ തന്നെ എപ്പോഴും പോഷക സംയുക്തമായ ആഹാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക.